ഹായ് ഹലോ ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയ ഒരു ടോക്ക് ഓഫ് ദി ഡേയുമായിട്ടാണ്, പുതിയൊരു വിഷയവുമായിട്ടാണ്. ഇന്നത്തെ ടോക്ക് ഓഫ് ദി ഡേയിലെ എൻ്റെ വിഷയം ബൈബിൾ ഒരു ആന്തോളജിയാണ്. എൻ്റെ ഈ ടോക്ക് ഓഫ് ദി ഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ വിരൽ അമർത്തിയാൽ മതി ഗൈസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ടോക്ക് ഓഫ് ദി ഡേയിലേക്ക് കിടക്കാം. ബൈബിൾ ഒരു ആന്തോളജിയാണ്. ഞാൻ സാധാരണയായിട്ട് ഈ ചാനലിലൂടെ സിനിമ അധിഷ്ഠിത പരിപാടികളാണ്, അതായത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസാണ് ചെയ്തു വരുന്നത്. അതായത് ഞാനൊരു സിനിമാ പ്രവർത്തകനാണ്, അതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസാണ് ചെയ്തു വരുന്നത്. സിനിമാ വിശേഷങ്ങൾ, സിനിമയും സംഗീതവും, പുതിയ സിനിമയുടെ റിലീസുകൾ, ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ വിശേഷങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്, പ്രോഗ്രാംസാണ് ഞാൻ ചെയ്തു വരുന്നത്. ഞാൻ ഇങ്ങനൊരു വിഷയം, അതായത് ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മത നേതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുവാൻ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കയറിയപ്പോൾ, യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച 2 ചോദ്യങ്ങൾ എനിക്ക് വല്ലാതെ വേദനിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങളാണ്. അതായത് 2 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. ഒന്ന്, യേശു ഒരു ചരിത്ര പുരുഷനാണ്. 2, ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രമെന്ത്. ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ ചരിത്രമെന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പം ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, ഇങ്ങനെയൊക്കെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ ഗ്രന്ഥങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ പുസ്തകങ്ങളൊന്നും നമ്മൾ പ്രയോഗിക്കാറില്ല. അപ്പം ആ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടില്ല. പുസ്തകം എന്ന് പറഞ്ഞത്, ബൈബിൾ എന്ന പുസ്തകം, അതിൻ്റെ ചരിത്രമെന്ത് എന്നതാണ് ചോദിച്ചത്. അത് ചരിത്രമുണ്ടോ, അതെന്താണെന്ന് പുള്ളിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഒന്നത്. 2, രണ്ടാമത് പുള്ളി ചോദിച്ചത് യേശു ഒരു ചരിത്ര പുരുഷനാണോ എന്നാണ്. യേശു ചരിത്ര പുരുഷനാണോ, അല്ലെങ്കിൽ യേശുവിൻ്റെ ചരിത്രം, യേശു ചരിത്രത്താളുകളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, എന്തുകൊണ്ട് രേഖപ്പെടുത്താതിരിക്കുന്നു, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി സംസാരിച്ചുകൊണ്ട് ഞാനിതിൻ്റെ പുറകെയുള്ള എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ബൈബിളിനെ കുറിച്ചാണ്. ബൈബിൾ എന്ന പുസ്തകം ത്തിൻ്റെ ചരിത്രമെന്ത്. ബൈബിൾ ഒരു പുസ്തകമല്ല സുഹൃത്തെ, ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം, ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ ബൈബിൾ പുസ്തകം എന്ന് പ്രയോഗിക്കുന്നതിനേക്കാൾ നല്ലത് വിശുദ്ധ ഗ്രന്ഥം എന്ന് പ്രയോഗിക്കുന്നതാണ്. അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. ബൈബിളിനെ കുറിച്ച്, ബൈബിളിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ബൈബിൾ പുസ്തകമല്ല, ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ഹീബ്രു ഭാഷയിലുള്ള പഴയ നിയമം മാത്രമാണ് യഹൂദർക്ക് ബൈബിൾ. യഹൂദരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമം, ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്ന പഴയ നിയമമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ക്രിസ്ത്യാനികളുടെ ബൈബിൾ. അപ്പോൾ ഈ പഴയ നിയമത്തിൽ ആണ് തോറയൊക്കെ, ഇപ്പോൾ പുതിയ നിയമത്തിലാണ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയതാണ്. ജൂതന്മാരുടെ ബൈബിൾ പഴയ നിയമം മാത്രം അടങ്ങിയിട്ടുള്ളതാണ്. ചെറിയ പുസ്തകം എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദപ്രയോഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ബൈബിൾ എന്ന പദപ്രയോഗം ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലാണ്, ഗ്രീക്ക് വാക്കിലാണ്. അപ്പോൾ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദപ്രയോഗം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ചെറിയ പുസ്തകം എന്നാണ്.
പിന്നെ ബൈബിൾ എഴുതിയത് ഇപ്പം ഖുർആൻ എഴുതിയത് മുഹമ്മദ് നബിയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻട്യൂഷൻസാണ് ഖുർആൻ. അതുപോലെ തന്നെ ഭഗവത്ഗീത വ്യാസനാണ് എഴുതിയിട്ടുള്ളത്, വ്യാസ മഹർഷിയാണ് എഴുതിയിട്ടുള്ളത്. രാമായണം വാൽമീകിയാണ് എഴുതിയിട്ടുള്ളത്. മഹാഭാരതം വേദവ്യാസനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോ ഗ്രന്ഥങ്ങൾക്കും അത് എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. അത് അവർക്കൊക്കെ ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകളാണ് ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ. അതുകൊണ്ടാണ് ആ ഗ്രന്ഥങ്ങളെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന്, വെറുതെ പുസ്തകങ്ങളല്ല, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് പറയാനുള്ള കാരണം. പിന്നെ ബൈബിൾ എഴുത്തുകാരെക്കുറിച്ച് പറയാം. അതായത് ബൈബിൾ എഴുത്തുകാരെക്കുറിച്ച് ജീവശാസ്ത്രപരമായി വളരെ കുറച്ച് അറിവുകളെ നമുക്കുള്ളൂ. എനിക്കും അങ്ങനെ കിട്ടിയിട്ടുള്ളത്. എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഈ ബൈബിൾ എഴുത്തുകാരിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്, ന്യായാധിപന്മാരുണ്ട്. പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞു, ന്യായാധിപന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, കർഷകരുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്. മൊത്തം ഏതാണ്ട് 40ഓളം ആളുകൾ ചേർന്നിട്ടാണ് ബൈബിൾ എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ബൈബിളിലെ എഴുത്തുകാരിൽ പലരും പല സ്ഥലങ്ങളിലിരുന്നാണ് എഴുതിയിട്ടുള്ളത്. അവർക്ക് പരസ്പരം അറിയാൻ പാടില്ല എങ്കിലും ഈ എഴുത്തുകാരൊന്നും പരസ്പരം നേരിട്ട് കണ്ടിട്ടല്ല ബൈബിൾ എഴുതിയിട്ടുള്ളത്. പരസ്പരം നേരിട്ട് കണ്ട് ഡിസ്കസ് ചെയ്തിട്ടല്ല എഴുതിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലിരുന്ന് പല കാലങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ എഴുത്തുകൾക്ക് സമ്പൂർണ്ണമായ ഒരു യോജിപ്പ് പ്രകടമാകുന്നുണ്ട്. ബൈബിൾ എഴുത്തുകാർക്ക് ദൈവത്തിൽ നിന്നുള്ള ദൂതുകളുടെ വെളിപാടുകളാണ് അവരെഴുതിയിട്ടുള്ളത് എങ്കിലും അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ നമുക്കതിൽ നിന്ന് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ, ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഹീബ്രു, അരാമിക്, കൊയിൻ ഗ്രീക്ക് എന്നീ ഭാഷകളിലാണ് ബൈബിൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഹീബ്രു, അരാമിക്, കൊയിൻ ഗ്രീക്ക് ഭാഷകളിലാണ്. കൊയിൻ ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷകളിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. മതഗ്രന്ഥങ്ങളുടെയും തിരുവെഴുത്തുകളുടെയും വെളിപാടുകളുടെയും ഒരു ശേഖരമാണ് ബൈബിൾ. വെളിപാടുകൾ, നിർദ്ദേശങ്ങൾ, കഥകൾ, കവിതകൾ, കലാരൂപങ്ങൾ, കായിക രൂപങ്ങൾ, യുദ്ധങ്ങൾ, മനുഷ്യരുടെ ഇടയിലുള്ള പ്രണയങ്ങൾ, അക്രമങ്ങൾ, കൊള്ളിവെപ്പ്, പ്രവചനങ്ങൾ, യഹൂദ തലമുറയുടെ ചരിത്രം, ക്രിസ്ത്യാനികളുടെ മതനേതാവായ യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ രേഖപ്പെടുത്തലുകൾ, 10 കൽപ്പനകൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആന്തോളജിയാണ് ബൈബിൾ. അപ്പോൾ വിവിധ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ. അതായത് ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായങ്ങളോ ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങളുമല്ല, വിവിധ ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രേഖയും ദൈവവചനങ്ങളുമൊക്കെ ബൈബിളിൽ അടങ്ങിയിട്ടുണ്ട്. ബൈബിളിനെ സാഹിത്യ സൃഷ്ടിയായിട്ടും ചരിത്ര സൃഷ്ടിയായിട്ടും ഒക്കെ സമീപിക്കുന്ന ആളുകളുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. 469 ഭാഷകളിലേക്ക് ആണ് ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥവും ബൈബിൾ തന്നെയാണ്. 500 കോടിയിലേറെ പ്രതികൾ പല ഭാഷകളിലായി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബൈബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ബൈബിളിൻ്റെ ഡീറ്റെയിൽസ്. ചരിത്രം. ബൈബിളിന് 2 ഭാഗങ്ങളുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് ഈ പഴയ നിയമം എഴുതിയിട്ടുള്ളത് ഹീബ്രു ഭാഷയിലാണ്. പഴയ നിയമം രചിക്കപ്പെട്ടിട്ടുള്ളത് ഹീബ്രു ഭാഷയിലാണ്. പഴയ നിയമമാണ് യഹൂദരുടെ ബൈബിൾ. യഹൂദരുടെ ബൈബിളിനെ തനക്ക് എന്നാണ് വിളിക്കുന്നത്. തനക്ക്, അത് യഹൂദ ലാംഗ്വേജാണ്. തനക്ക് എന്നാണ് വിളിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളതാണ് ഹീബ്രു ബൈബിൾ. അതായത് ഒന്ന് തോറ, അതായത് പഴയ നിയമം, ഹീബ്രു ബൈബിൾ. അപ്പോൾ തോറ, ഈ പഴയ നിയമത്തിൽ തോറ എന്ന് പറഞ്ഞാൽ നിയമം. നിവിം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ. കെതുവിം എന്ന് പറഞ്ഞാൽ വൃത്താന്തം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് പഴയ നിയമം തിരിച്ചിട്ടുണ്ട്.
ക്രിസ്തീയ ബൈബിളിലാണ് പുതിയ നിയമം ഉള്ളത്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുത്ഥാനവും കേന്ദ്രമാക്കി 27 പുസ്തകങ്ങൾ ചേരുന്നതാണ് പുതിയ നിയമം. ഈ ക്രിസ്തീയ ബൈബിളിലെ പുതിയ നിയമം പഴയ നിയമത്തിലാണ്. 27 പുസ്തകങ്ങൾ ചേരുന്നതാണ് ക്രിസ്തീയ ബൈബിൾ, ക്രിസ്തീയ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിന് ഏകദേശം ഈ പഴയ നിയമത്തിലാണ് 10 കൽപ്പനകളൊക്കെ, പുതിയ നിയമത്തിലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പഴയ നിയമത്തിലാണ് 10 കൽപ്പനകളൊക്കെ, പുതിയ നിയമത്തിലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ബൈബിളിന് ഏകദേശം, ബൈബിളിൻ്റെ പഴക്കം, ചരിത്രം എന്ന് പറഞ്ഞ ബൈബിളിൻ്റെ പഴക്കം ഏകദേശം 6000 വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കുന്നു. ബൈബിളിലെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാണ് യേശുവിൻ്റെ ജീവിതങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. അതായത് ബൈബിളിൽ യേശുവിനെ കുറിച്ച് ബൈബിളിന് പുറത്ത് ഉള്ള ആളുകളും ഒക്കെ യേശുവിനെ അന്വേഷിക്കുന്ന ആളുകൾ ബൈബിളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ യേശുവിൻ്റെ 4 ശിഷ്യന്മാർ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് യേശുവിനെ കുറിച്ച് ഉള്ള രേഖകൾ, അത് ചരിത്രം എന്ന് പറയുന്നത്. അപ്പം ബൈബിളിലെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാണ് യേശുവിൻ്റെ ജീവിതങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. അപ്പോൾ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് പൗലോസ്ലീഹ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൗലോസിൻ്റെ ലേഖനങ്ങളാണ്, യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് ചരിത്രപരമായി വിലയിരുത്തുന്നത്. ബൈബിളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ബൈബിളിനെ കുറിച്ച് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ ചരിത്രം ഇതൊക്കെയാണ്. അപ്പോൾ ബൈബിളൊരു നിസ്സാര പുസ്തകമല്ല, ബൈബിളൊരു വിശുദ്ധ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ ബൈബിളിന് 6000 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബൈബിളിൻ്റെ ചരിത്രം. അപ്പം ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ പുസ്തകം എന്ന് വിളിച്ചതിന് കേട്ടപ്പോൾ ഉണ്ടായ എൻ്റെ മനോവികാരമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് എടുത്ത് ഡീറ്റെയിലിൽ സെർച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് റിസർച്ച് ചെയ്ത് എടുത്ത് കൊണ്ടുവരാൻ കാരണം. ഇനി യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണോ എന്നുള്ളത് കാര്യങ്ങളുമായിട്ട് ഞാൻ പുറകെ വരും. ഈ ബൈബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ഒരു ആളുകൾക്ക് നോക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഗ്രന്ഥമാണ്, പല ഗ്രന്ഥങ്ങളും കൂടിയിട്ടുള്ള ബൈബിളാണ്. അപ്പോൾ അത് മാത്രമല്ല, പല ഗ്രന്ഥങ്ങൾ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മിക്സാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ വിശേഷങ്ങൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.